രാജ്യത്ത് നിന്നും മാവോയിസ്റ്റുകളെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ആ പ്രഖ്യാപനം 2026 മാർച്ചോടെ അത് പ്രാവർത്തികമായിരിക്കുകയാണ്. അടുത്ത ഒരു മിഷൻ അമിത്ഷാ പറഞ്ഞത് രാജ്യത്ത് നിന്നും ഈ ലഹരി മാഫിയ സംഘങ്ങളെ മൊത്തത്തിൽ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ചെയ്തിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ വലം കൈയായ അല്ലെങ്കിൽ അധോലോക കുറ്റവാളി, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഈ ലഹരി മാഫിയയുടെയൊക്കെ വലിയ ശൃംഖലയും, അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാനിൽ നിന്നടക്കം ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വിതരണമൊക്കെ ചെയ്യുന്ന അതിൻ്റെയൊക്കെ ഒരു കിങ് എന്ന് പറയുന്ന ലഹരി മാഫിയയുടെ തലവൻ എന്ന് വിശേഷിപ്പിക്കുന്ന മുഹമ്മദ് സലീം ധോലയെ ഇപ്പോൾ അവരുടെ വസതികളിൽ ഒരു റെയ്ഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുകയാണ്. അതായത് നിലവിൽ സലീം ഇസ്മായിൽ ധോലയും കൂട്ടാളിയും നടത്തുന്ന രാജ്യാന്തര സംഘടിത മയക്കുമരുന്ന് കടത്ത് സംഘത്തിനെതിരായ കള്ളപ്പണം വെളുപ്പിക്കലിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസി വലിയ വ്യാപകമായ റെയ്ഡിലേക്ക് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും അടക്കം 20 സ്ഥലങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2002 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം മഹാരാഷ്ട്രയിലെ മുംബൈ, ഗുജറാത്തിലെ സൂറത്ത്, അങ്കലേശ്വർ, രാജ്കോട്ട് എന്നിവിടങ്ങളിൽ റെയ്ഡുകൾ തുടരുകയാണ്. ദാവൂദിന്റെ അടുത്ത സഹായിയും ഒരു അന്തർദേശീയ മയക്കുമരുന്ന് ശൃംഖല നടത്തുന്ന ആളായ സലീം ധോലയെ കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ തുർക്കിയിൽ നിന്ന് നാടുകടത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിലാണ് നിലവിൽ സലീം ധോല. രാസവസ്തുക്കൾ വിതരണം ചെയ്യുന്നവരുടെയും അവരുടെ താവളങ്ങളിലും സിന്തറ്റിക് മയക്കുമരുന്നായ മെഫട്രോണിന്റെയും നിർമ്മാണശാലയിലും വിതരണത്തിലും കൂടാതെ ഈ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന മൊത്ത കച്ചവടക്കാരും അതോടൊപ്പം തന്നെ ചെറിയ കച്ചവടക്കാരും, ഹവാല ഓപ്പറേറ്റർമാർ, സംഘടിത മയക്കുമരുന്ന് സിൻഡിക്കേറ്റ് വഴി ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് നേടിയ ബിനാമി സ്വത്തുക്കൾ കൈവശം വച്ചിരിക്കുന്ന വ്യക്തികൾ എന്നിവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ EDയുടെ മുംബൈ സോണൽ ഓഫീസ് വലിയ റെയ്ഡിലേക്ക് എത്തിയത്. ഈ ധോലയിൽ നിന്നും ലഹരി വസ്തുക്കളൊക്കെ വാങ്ങുന്ന ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്മാർ, അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെയൊക്കെ വീടുകളിലടക്കം വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. മയക്കുമരുന്ന്, അതോടൊപ്പം തന്നെ സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ എന്നിവയുടെ നിയമവിരുദ്ധ കടത്തുമായി ബന്ധപ്പെട്ട് കുറ്റകൃത്യങ്ങൾക്ക് സലീം ധോലയ്ക്കും മറ്റുള്ളവർക്കുമെതിരെ മുംബൈയിൽ ഉടനീളം 1000-ൽ പരം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്നിലധികം FIRകളുടെ അടിസ്ഥാനത്തിലാണ് വിഷയത്തിൽ ED PMLA അന്വേഷണം ആരംഭിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതുവരെ നടത്തിയ ED അന്വേഷണം അനുസരിച്ച് രാസവസ്തുക്കളുടെ സംഭരണം, അതോടൊപ്പം തന്നെ മെഫട്രോണിന്റെ രഹസ്യ നിർമ്മാണം, അന്തർ സംസ്ഥാന മയക്കുമരുന്ന് ഗതാഗതവും വിതരണവും, മയക്കുമരുന്ന് വസ്തുക്കളുടെ അന്താരാഷ്ട്ര കടത്ത്, ഹവാല മാർഗങ്ങളിലൂടെ കുറ്റകൃത്യങ്ങളുടെ വരുമാനം ശേഖരിക്കൽ, അതോടൊപ്പം കൂട്ടാളികളുടെയും മറ്റ് വ്യക്തികളുടെയും പേരുകളിൽ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ സമ്പാദിക്കൽ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വളരെ സംഘടിതമായ ഒരു അന്തർദേശീയ ക്രിമിനൽ ശൃംഖലയുടെ സാന്നിധ്യം വെളിച്ചത്ത് ഉടനീളമുണ്ട്. റെയ്ഡിനിടെ നിർമ്മാണ യൂണിറ്റുകൾ, കെമിക്കൽ ഫാക്ടറികൾ, സാമ്പത്തിക സഹായികൾ, അക്കൗണ്ടന്റ്മാർ, CAമാർ എന്നിവർ ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ ഇന്ത്യയിൽ ബിനാമി പേരുകളിൽ സ്വത്ത് വാങ്ങുന്നതിലും അതോടൊപ്പം തന്നെ വിദേശത്തുള്ള സ്വത്തുകളിൽ നിക്ഷേപിക്കുന്നതിലും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും കുറ്റകൃത്യത്തിന്റെ വരുമാനം ഉപയോഗിക്കുന്നതിലും സൗകര്യമൊരുക്കുന്ന ഹവാല ഓപ്പറേറ്റർമാർ തുടങ്ങി മുഴുവൻ ശൃംഖലയും വെളിപ്പെടുത്തി വിപുലമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. 2012 80 കിലോഗ്രാം കഞ്ചാവുമായാണ് ആദ്യമായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലാവുന്നത്. പിന്നീട് 2018 ഇയാളെ 100 കിലോഗ്രാം ഫെറ്റനൈലുമായി പിടികൂടി. എന്നാൽ പരിശോധനയിൽ ചില ഫെറ്റനൽ സാമ്പിളുകൾ നെഗറ്റീവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സലീം ധോലയ്ക്ക് ജാമ്യം ലഭിക്കുകയുണ്ടായി. തുടർന്ന് UAEയിലേക്ക് കടന്നു കളഞ്ഞ ഇയാൾ അതിനുശേഷം വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് തുർക്കിയിലേക്ക് കടക്കുകയായിരുന്നു. കൂടാതെ തുർക്കി സർക്കാരുമായിട്ടും നമ്മുടെ കേന്ദ്ര ഏജൻസികൾ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സലീം ധോലയെ ഇന്ത്യയിലേക്ക് നാടുകടത്താനായിട്ട് തുർക്കി തീരുമാനിച്ചത്.